ചിങ്ങമാസത്തിലെ ഷോണായാം ശ്രവണദ്വാദശ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് ഒരു മാസകാലഘട്ടം മുന്നേ തന്നെ എല്ലാ കടകളിലും ടി വി വിൽക്കാനും മറ്റുള്ള പലതരത്തിലുള്ള അക്സസറീസ് വിൽക്കാനും പലതരത്തിലുള്ള കടകളിലും മറ്റുമായി ജാതി വിവേചനങ്ങളും വർണ്ണസങ്കല്പങ്ങൾക്കും അതീതമായിട്ട് എത്രയോ വർഷമോ ഭഗവതേ വാസുദേവായ എന്നുള്ള അതിഥി ദേവി ചൊല്ലിയതായ നമ്മുടെ ജീവിതത്തിൽ ഈ ഐശ്വര്യത്തെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അത്തരത്തിൽ വേണ്ടുന്ന ചില ദാനം ചെയ്യാൻ സാധിക്കുള്ളൂ. ഐശ്വര്യമുള്ളവനെ ദാനം ചെയ്യാൻ സാധിക്കുള്ളൂ. അത്തരത്തിൽ ഐശ്വര്യമുള്ളവരായിട്ട് മാറാൻ. നമസ്കാരം, ശ്രീനാഥ് നമ്പൂതിരിയാണ്. എല്ലാവർക്കും ഉത്രാടദിന ആശംസകൾ. അതോടൊപ്പം തന്നെ നാം ഇന്ന് ഓണത്തിൻ്റെ ഈ ഒരു തിരക്കിനിടയിൽ നമ്മളെല്ലാവരും സന്തോഷത്തിൽ തിമിർത്താടുന്ന ഈ ഒരു വേളയിൽ എന്താണ് നാം ഇന്ന് കാണുന്ന ഈ ഓണത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള ധാർമ്മികവും നമ്മുടെ ഓരോരുത്തരുടെയും കടമകളുമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഈ ഒരു വീഡിയോ. നമ്മൾക്ക് ഇന്ന് അറിയാം, ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കുമാണ് ആനന്ദം. ഓണം എന്നുള്ളത് ദേശീയ ഉത്സവമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും വർണ്ണജാതി വിഭേദം ഇല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും പരസ്പര സൗഹാർദ്ദത്തിൽ കൊണ്ടാടാൻ സാധിക്കുന്ന ഒരു മഹാ ഉത്സവമാണ് ഈ ഓണം എന്നുള്ളത്. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പലതരത്തിലുള്ള കളികളാവട്ടെ, അധ്യയന നാളുകളാണ്. അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിട്ടും അമ്മമാരെ സംബന്ധിച്ചിട്ടും എല്ലാവർക്കും ഈ ഓണം എന്നുള്ള വിശേഷം വളരെയധികം ജീവിതത്തിൽ കൊണ്ടാടുന്നതാണ് നാം ഓരോരുത്തരും. സത്യത്തിൽ ഇതിന്റെ പിറകിൽ ദൈവീകമായും അതോടൊപ്പം തന്നെ ധാർമ്മികവുമായ അനവധി കടമകൾ നമ്മൾ നിറവേറ്റേണ്ടുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും ആ തിരുവോണത്തിന്റെ ദിവസത്തിൽ നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടതുപോലെ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള ആ ഒരു തത്വത്തിൽ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഐശ്വര്യത്തെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, അത്തരത്തിൽ വേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പുരാണങ്ങളിൽ പരാമർശിക്കുക. ചെറിയ നിസാരപ്പെട്ട കാര്യമല്ല ഈ ഓണം എന്നുള്ളത്. മഹാഭാഗവതം എന്നുള്ള പുരാണത്തിൽ പോലും പരാമർശിക്കുന്ന ഒരു കഥയുടെ പശ്ചാത്തലം എന്ന് നാം ഓർക്കണം. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അറിയാൻ സാധിക്കും. ഇന്ന് നാം എല്ലാ കടകളിലും മറ്റും കണ്ടുവരുന്ന ഓണത്തിന് ഏതാണ്ട് ഒരു മാസകാലഘട്ടം മുന്നേ തന്നെ എല്ലാ കടകളിലും ടി വി വിൽക്കാനും മറ്റുള്ള പലതരത്തിലുള്ള അക്സസറീസ് വിൽക്കാനും പലതരത്തിലുള്ള കടകളിലും മറ്റുമായി മഹാബലിയെ കാണാത്തവരാരും ഉണ്ടാവില്ല. എങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം എന്നുള്ളത് സത്യത്തിൽ പണ്ട് വാമനമൂർത്തിയുടെ അനുഗ്രഹത്തിന് പാത്രമായ അസുര കഥാപാത്രമായ ആ ഒരു മഹാബലി എങ്ങനെയാണ് ഇത്ര പ്രസിദ്ധനായിട്ട്, എങ്ങനെയാണ് ഈ ലോകത്തിന് മുന്നിൽ ഇന്നും നാം കൊണ്ടാടുന്ന ഓണം എന്നുള്ളത് മഹാബലിയെ വരവേൽക്കാൻ എന്നുള്ള ആ തത്വത്തിലേക്ക് എത്തുന്നതിന്റെ പിറകിൽ എന്താണ് നാം ആചരിക്കേണ്ടത്? സത്യത്തിൽ ഈ തിരുവോണം നമുക്ക് എന്തിനുള്ളതാണ്? തീർച്ചയായും തിരുവോണം എന്നുള്ളത് വാമനമൂർത്തിയുടെ ആദിനാരായണന്റെ അവതാര പുരുഷന്മാരിൽ ഏറ്റവും വിശേഷപ്പെട്ടത് എന്നുകൂടി പറയാൻ സാധിക്കുന്ന വാമനമൂർത്തിയായിട്ടുള്ള അവതാരത്തെ തന്നെയാണ്. 3 ലോകങ്ങളെയും അളന്നതായ ആ മഹാവിഷ്ണുവിന്റെ അത്യുഗ്രമായ ഒരു അവതാരത്തെയാണ് അവിടെ പരാമർശിക്കുക. ഈ വാമനമൂർത്തിയുടെ അവതാരത്തെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി സാധിക്കുക? വിജയ ദ്വാദശി എന്നുകൂടി വിശേഷം ഉള്ള ഈ ഒരു സുദിനത്തിൽ എല്ലാവരെയും ജയിച്ചതായ ആ മഹാബലി തൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി നാം ഓരോരുത്തരും അറിയേണ്ടുന്നതായ ധാർമ്മിക ബോധ്യം ആണ് അദ്ദേഹം കാട്ടിക്കൊടുത്തിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയതായ സർവാത്മന എല്ലാം ഭഗവാനിങ്കിലേക്ക് അർപ്പിക്കുമ്പോഴും മാത്രമാണ് നാം ഓരോരുത്തരും മനസ്സുകൊണ്ട് സന്തുഷ്ടരാകുന്നത് എന്നും ഏതൊരു സമയത്താണോ നമുക്ക് ഭഗവത് അർപ്പണമായി എനിക്കുള്ളതെല്ലാം ഭഗവാനുള്ളത് എന്ന ഭാവത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുക, ഈ ഒരു ഭാവത്തിനാണ് ഇവിടെ മഹാബലിയായിട്ട് മാറിയിട്ടുള്ളത്. ആ ദാനകർമ്മങ്ങളിലൂടെ അദ്ദേഹം മഹാബലി എന്നുള്ളത് ആ ഒരു സമവാക്യം പോലെ തന്നെ മഹത്തായ ഒരു ബലി ചെയ്ത ഒരാളായിട്ട്, ത്യാഗം ചെയ്ത ഒരാളായിട്ട് മാറി. കാരണം എന്താ? മനുഷ്യ ജീവിതത്തിൽ നാം ആർത്തിയോടെ നേടുന്ന ഓരോന്നും നമ്മുടെ അഹങ്കാരത്തെയും ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയും മാറ്റുമെന്നും അതിനെയൊക്കെ നമ്മൾക്ക് അഹങ്കാരം മാറണമെങ്കിൽ അവനവനുള്ളതെല്ലാം നശിക്കുക എന്നുള്ളതല്ല, ആത്മഭാവം കൈവടിയാൻ സാധിക്കണം. എല്ലാത്തിൽ നിന്നും ഞാനെന്ന ബോധം, എല്ലാത്തിൽ നിന്നും എനിക്കുള്ളത് എന്നുള്ള ആ മാറ്റം കൊണ്ടുവരാൻ, മറ്റു വർണ്ണ വിവേചനമില്ലാതെ എല്ലാത്തിലും അത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ആ ഒരു അഹന്താഭാവം ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ വിഷയങ്ങളിലും തൃപ്തി ഉണ്ടാവുക എന്ന് ഈ ഒരു കഥ നമുക്ക് സൂചന തരികയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വാമനമൂർത്തിയുടെ വിശേഷ സുദിനത്തിലെ അവതാര സുദിനം അന്ന് തിരുവോണമായി നാം ഇന്നും വീടുകൾ, ഗൃഹത്തിലെല്ലാവരും ഇല്ലേ, നമ്മൾ അരിമാവണിഞ്ഞ്
ആ മഹാബലിയെയും ആ വാമനമൂർത്തിയെയും സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുന്നു. ആ വാമനമൂർത്തി നമ്മളെയും അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്നും ആ സർവസ്വവും സ്വീകരിക്കാൻ, അതായത് ആ മനസ്സുകൊണ്ടുള്ള ഭാവത്തെ സ്വീകരിക്കാൻ വേണ്ടി ഭഗവാൻ വരുന്നു എന്നുള്ളതാണ്. ചിങ്ങമാസത്തിലെ ഷോണായാം ശ്രവണദ്വാദശിയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശേഷപ്പെട്ട ദിവസം ഈ ദ്വാദശിയാണെങ്കിലും ഈ 10 ദിവസങ്ങളും വളരെയധികം പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. ദശമി വരെയുള്ള ദിവസങ്ങളിലാണ്, ഉത്രാടം വരെയുള്ള, അതായത് ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ അത് കഴിഞ്ഞു. ഇനി 11ഉം 12ഉം ഉള്ള ഈ ദ്വാദശിയിലാണ്, നാളെയാണ് നമുക്ക് തിരുവോണം ആചരിച്ച് നമ്മുടെ ജീവിതത്തിലേക്കും ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള അതിഥി ദേവി ചൊല്ലിയതായ മഹാമന്ത്രത്തെ കൊണ്ട് ഈ വർഷത്തിൽ നമുക്ക് വാമനമൂർത്തിയുടെ അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാക്കണം. ഇനി സാധിക്കുന്നവരൊക്കെ ഗൃഹത്തിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ച് ആ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി തൂശനിലയിൽ അവനവനുള്ള വിഭവത്തെ വിളമ്പി നമസ്കരിച്ചുകൊണ്ട് നാളത്തെ ഒരു ദിവസം നമുക്ക് ഊണ് കഴിക്കാൻ സാധിക്കണം. അപ്രകാരത്തിൽ ജീവിതം മുഴുവനും തിരുവോണമായിട്ട് ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാവത്തെ നമുക്ക് ആദ്യം ഉണ്ടാക്കട്ടെ. എല്ലാത്തിലും നശിച്ചു എന്നുള്ള ഭാവം വിട്ട്, എല്ലാം എനിക്ക് സാധിക്കില്ല എന്നുള്ള ഭാവം വിട്ട്, ഞാൻ നശിച്ചു പോണു എന്നുള്ളത് വിട്ട് വീണ്ടും നമുക്കൊരു ജീവിതത്തിലേക്ക് കടക്കാൻ കൂടിയാണ് തിരുവോണം എന്നുള്ളത്. സത്യത്തിൽ ഈ ഒരു ഐശ്വര്യത്തെയും അഭിവൃദ്ധിയെയും നാരായണനിങ്കിലേക്ക് അർപ്പിക്കുമ്പോഴാണ്, ഗുരുവായൂരപ്പനിങ്കിലേക്ക് അർപ്പിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിലും ഐശ്വര്യവും സമ്പത്തും വരിക എന്നുള്ളത് തന്നെയാണ് ദാനധർമാദികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഈ തിരുവോണ സുദിനത്തിന്റെ വൈശിഷ്ട്യം എന്നുള്ളത്. മഹാബലി എങ്ങനെയാണ് ഈ അസുരകുലത്തിൽ ജനിച്ചിട്ടും ഇന്ന് എന്ത് കണ്ടാലും നമ്മുടെയൊക്കെ ഉള്ളിൽ ജാതി വിവേചനം മാത്രം വരുന്ന ഈ ഒരു ലോകത്ത് ജാതി വിവേചനങ്ങളും വർണ്ണസങ്കല്പങ്ങൾക്കും അതീതമായിട്ട് എത്രയോ വർഷം മുന്നിൽ പുരാണം മുതൽ പറയുന്നു, മനസ്സുകൊണ്ട് ത്യാഗഭാവമുള്ളവനാണ് ഇവിടെ മഹാബലിയായി മാറുന്നത്, ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ പാത്രമാകുന്നത്. മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നവനാണ് ഭഗവാന്റെ കൂടെ ചേരുന്നത്. മനസ്സുകൊണ്ട് ദാനധർമാദികൾ ചെയ്യാൻ സാധിക്കുന്നവനാണ്, മനസ്സുകൊണ്ട് സത്യം പാലിക്കാൻ സാധിക്കുന്നവനാണ് ഇവിടെ ഭഗവത് അനുഗ്രഹം കിട്ടുക. സത്യവും ദയയും ത്യാഗവും സന്തോഷവും ചേർന്നു വേണ്ടുള്ള കർമ്മങ്ങളാവണം നാം ഓരോരുത്തരും ചെയ്യുന്നത്. അത്തരത്തിലുള്ള ധർമ്മങ്ങൾ നമ്മളിലൂടെ, ദാനങ്ങൾ നമ്മളിലൂടെ ചെയ്യണം. ധാരാളം സാധിക്കാനാണ് സത്യത്തിൽ. ഐശ്വര്യം ഉണ്ടായിട്ടുള്ളവർക്കേ ഐശ്വര്യം ദാനം ചെയ്യാൻ സാധിക്കുള്ളൂ, ഐശ്വര്യമുള്ളവനെ ദാനം ചെയ്യാൻ സാധിക്കുള്ളൂ. അത്തരത്തിൽ ഐശ്വര്യമുള്ളവരായിട്ട് മാറാൻ ഈ ഒരു തിരുവോണം നമുക്ക് വാമനമൂർത്തിയെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നും ഓം നമോ നാരായണായ എന്നുള്ള മഹാമന്ത്രത്തെ കൊണ്ട് ആ തിരുവോണ സദ്യ പോലെ തന്നെ വിഭവ സമൃദ്ധമായി നമ്മുടെ ഗൃഹത്തിൽ എന്നെന്നും തിരുവോണമായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.